വിദേശത്തേക്ക് കുടിയേറുന്നവർ അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യുന്നവർ പല വിധത്തിലുള്ള തട്ടിപ്പിനിരയാകുന്നതിനെ കുറിച്ച് പല തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പലയിടത്തും നമ്മൾ വായിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, പലരുടെയും അനുഭവങ്ങൾ അടുത്തറിഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇങ്ങനെ തട്ടിപ്പിനിരയാകുന്ന ആളുകൾക്ക് കൈത്താങ്ങായി അല്ലെങ്കിൽ തട്ടിപ്പിനിരയാകാതിരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളുമായി ഒരു അന്താരാഷ്ട്ര സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. അത് GCMA. ആ GCMAയുടെ UAEയിലെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നതും നിയന്ത്രിക്കുന്നതുമൊക്കെ ദുബായിലെ ടോണിയോ ആൻഡ് സിനോറ സ്ഥാപനത്തിൻ്റെ ഓഫീസിൽ നിന്നുമാണ്. അവിടെയാണിത് പ്രവർത്തിക്കുന്നത്. ടോണിയോ ആൻഡ് സിനോറയുടെ CEO റൊജിഷ സജിത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റൊജിഷ, പലതവണ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ആദ്യം എന്താണ് GCMA? GCMA എന്ന് പറയുന്നത് ഗ്ലോബൽ കൗൺസിൽ ഫോർ മൈഗ്രേഷൻ അവയർനെസ് ആൻഡ് സോഷ്യൽ വെൽഫെയർ എന്ന ഒരു വിങ്ങാണ്. അത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഇന്ത്യയിലും അതുപോലെ തന്നെ GCC കൺട്രീസിലെല്ലാം നമ്മൾ ക്ലയൻസിന് സഹായം എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഇന്റൻഷനോടെ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ. എങ്ങനെയാണ് ടോണിയോ ആൻഡ് സിനോറ ഈ GCMAയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്? എങ്ങനെയാണ് ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നത്? മെയിൻലി ഒരു സ്കാമിൽ അകപ്പെട്ടതിന് ശേഷം ഹെൽപ്പ് ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് ഒരു സ്കാമിൽ അകപ്പെടാതിരിക്കാൻ നമ്മൾ ഗൈഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ഒരു ജോബ് ഓഫർ കിട്ടിയാൽ പോലും, ഇപ്പോൾ യൂറോപ്പ് ആയിക്കോട്ടെ ഏത് കൺട്രിയിലേക്കും അവർക്ക് വർക്ക് വിസയിൽ പോകാനൊരു ജോബ് ഓഫറോ മറ്റോ കിട്ടിയാൽ അത് ജെന്യുവൻ ആണോ, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്കൊക്കെ ഫോൺ കോളുകൾ കിട്ടുന്നുണ്ട് ഇങ്ങനെ തട്ടിപ്പിനിരയായി എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരാൾ UAEയിലോ ദുബായിലോ തട്ടിപ്പിനിരയായാൽ എന്താ ചെയ്യും? പ്രത്യേകിച്ച് ഇപ്പോൾ UAEയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ലീഗലി ഇത്തരത്തിലുള്ള ഒരു കൺസേൺ ഇടയ്ക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും. സോ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് GCMA വിങ് ത്രൂ നമുക്കത് ലീഗലി ഒരു ഹെൽപ്പ് ക്ലയൻറ്റിലേക്ക് എത്താൻ നമുക്കതിനൊരു ആക്ഷൻ എടുക്കാൻ പറ്റും. GCMA ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് കുറെ കൂടി അത് സപ്പോർട്ടീവ് ആയിരിക്കും. തീർച്ചയായിട്ടും അത് ടോണിയോ ആൻഡ് സിനോറയ്ക്ക് GCMA ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. ടോണിയോ ആൻഡ് സിനോറ ലോ ഫേം ഓസ്ട്രേലിയ ബേസ്ഡാണ്. എങ്ങനെയാണ് UAEയിൽ ദുബായിൽ എത്തുന്നത്? അങ്ങനെ ഒരു വരാനൊരു കാരണം ഉണ്ടാകുമല്ലോ. 2012 മുതൽ ഓസ്ട്രേലിയയിലുള്ള ഒരു ലോ ഫോമാണ് ടോണിയോ ലോയേഴ്സ്. അപ്പോൾ ടോണിയോ ലോയേഴ്സ് നമുക്ക് GCCയിലെ ക്ലയൻസിലേക്ക് ഹെൽപ്പ് എത്തിക്കുക എന്നുള്ള ഒരു വലിയ മിഷനോട് കൂടിയാണ് നമ്മൾ ടോണിയോ ലോയേഴ്സിനെ സമീപിക്കുന്നതും. അങ്ങനെ GCCയിൽ കംപ്ലീറ്റ്ലി നമ്മൾ ഓഫീസ് ഓപ്പൺ ചെയ്യാൻ ഒരു ഡിസിഷനിലേക്ക് എത്തി. അതിൻ്റെ ഫസ്റ്റ് ഓഫീസ് ലാസ്റ്റ് ഇയർ ഓൾറെഡി നമ്മൾ ദുബായിൽ ഓപ്പൺ ചെയ്തു. അപ്പോൾ എല്ലാ പ്രോസസ്സും നടക്കുന്നത് ഡയറക്റ്റ്ലി ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെയാണ്. ഒരു ലോ ഫേം എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ടോണിയോ ലോയേഴ്സ് ആക്ച്വലി ഇതൊരു മൈഗ്രേഷൻ ഓറിയന്റഡ് ആയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ലോ ഫേം അല്ല. ഓസ്ട്രേലിയയുടെ ഉള്ളിലുള്ള സകല ലീഗൽ കാര്യങ്ങളും, അപ്പോൾ അതിൽ ലോ എന്ന് പറയുമ്പോൾ ബിസിനസ് ലോ വരും, ക്രിമിനൽ ലോ വരും, ട്രാഫിക് ലോ വരും, മൈഗ്രേഷൻ ലോ, അതെല്ലാം ഇൻവോൾവ് ആയിട്ട് ചെയ്യുന്ന ഒരു ലോ ഫേമാണ്. ആൻഡ് ഒരുപാട് സക്സസ് സ്റ്റോറീസും, അത് ജസ്റ്റ് കൂടുതൽ ആളുകളും ഹെൽപ്പ് ചെയ്യുന്നത് മൈഗ്രേഷനിലെന്ന് പറയുമ്പോൾ കുറേ പെർമനന്റ് റെസിഡൻസി ഡയറക്റ്റ്ലി കിട്ടുന്ന ഓപ്ഷൻസ് ഉണ്ട്. ബൾക്കായിട്ട് ഫയൽ എടുത്തിട്ട് ഇവർ ട്രൈ ചെയ്യും. കുറച്ച് പേർക്ക് കിട്ടും, കുറേ പേർക്ക് കിട്ടില്ല. അങ്ങനെയാണ് കണ്ടുവരുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി പല വിസ സബ് ക്ലാസുകൾ വഴിയും ആളുകളെ ഓസ്ട്രേലിയയിൽ എത്തിക്കാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോ ഫേമാണ് ടോണിയോ ലോയേഴ്സ്. ഞങ്ങൾ 15 വർഷമായിട്ട് ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. We have dedicated solicitors and a migration team in our firm. ഞങ്ങളുടെ ഹെഡ് ഓഫീസ് ബേസ് ചെയ്യുന്നത് ബ്രിസ്ബനിലാണ്. ഇതാണ് ഞങ്ങളുടെ ബ്രിസ്ബൻ ഓഫീസ്. ഈ റീസെൻ്റ്ലി ഞങ്ങളുടെ ഓപ്പറേഷൻസ് ദുബായിലേക്ക് ഞങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എന്ത് മൈഗ്രേഷൻ എൻക്വയറീസിനും ദുബായിലും ഇവിടെ ബ്രിസ്ബനിലെ ഓഫീസിലുള്ളവരും തീർച്ചയായിട്ടും എല്ലാ സഹായങ്ങളും ചെയ്യുന്നതായിരിക്കും. എങ്ങനെയുള്ള ആളുകൾക്കാണ് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു ജോലിക്ക് പോകാനോ ഒക്കെ കുറച്ചും കൂടെ എളുപ്പം? മെയിൻലി സ്കിൽഡ് വർക്കേഴ്സ് ആണ് ഓസ്ട്രേലിയക്ക് ഏറ്റവും എളുപ്പത്തിൽ മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ ഒരുപാട് വിസ സബ് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഏജ് 45 വയസ്സിന് താഴെയായിരിക്കണം. ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഒക്യുപ്പേഷൻ ഡിമാൻഡ് ലിസ്റ്റ് ഉണ്ട്. അതായത് ഏതൊരു കൺട്രി മൈഗ്രേഷൻ എൻ്റർടൈൻ ചെയ്യുന്നത് ആ രാജ്യത്ത് സ്കിൽ ഷോർട്ടേജ് ഉള്ള ആളുകൾക്കായിരിക്കും. അപ്പോൾ ആ ഒക്യുപ്പേഷൻ ലിസ്റ്റ് പ്രകാരം അവരുടെ ഒക്യുപ്പേഷൻ ലിസ്റ്റഡ് ആണ്, അവരുടെ ഏജ് 45 വയസ്സിൽ താഴെയാണെങ്കിൽ, പ്ലസ് വേറെയും റിക്വയർമെൻറ്റ്സ് ഉണ്ട്, ലൈക്ക് പോയിന്റ് സിസ്റ്റം 65 പോയിന്റ്സ് മീറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ്ലി അവർക്ക് സ്കിൽഡ് മൈഗ്രേഷൻ ത്രൂ പോവാം. ഈ സ്കിൽഡ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഏത് ഏരിയ ആണ് അവർ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്? ഓസ്ട്രേലിയയുടെ ഒക്യുപ്പേഷൻ ലിസ്റ്റ് വൈഡർ ആണ്. അപ്പോൾ അതിൽ തന്നെ എടുത്തു പറയേണ്ടത് എഞ്ചിനീയേഴ്സ് ഈവൻ ഫ്രഷേഴ്സിന് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ IT പ്രൊഫഷണൽസ്, അതുപോലെ പ്രോഗ്രാമോ പ്രൊജക്ട് അഡ്മിനിസ്ട്രേറ്റർ, പിന്നെ ഹെൽത്ത് കെയർ സെക്ടേഴ്സ്, നഴ്സസ്, അങ്ങനെ ഒരുപാട് ഒക്യുപ്പേഷൻസ് ഉണ്ട് അതിൽ. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാറ്റഗറിയാണ് ട്രേഡ് കാറ്റഗറി എന്ന് പറയുമ്പോഴത്തേനും ഷെഫ്, വെൽഡർ, പ്ലംബർ, ഇലക്ട്രീഷ്യൻ, അത് കുറേ കാറ്റഗറി ഒക്യുപ്പേഷൻസ് അങ്ങനെ എലിജിബിൾ ആവുന്നുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് ലാംഗ്വേജ് എല്ലാം റിക്വയർഡ് ആണ്. ഈ എഞ്ചിനീയേഴ്സിന് IT പ്രൊഫഷണൽസിനൊന്നും ഇൻ്റർവ്യൂ അങ്ങനെയുള്ള കോൺസെപ്റ്റ് ഇല്ല. പക്ഷേ ട്രേഡ് കാറ്റഗറി വരുമ്പോൾ അവർക്ക് ക്വാളിഫിക്കേഷൻ നിർബന്ധമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പല തരത്തിലുള്ള ഇൻ്റർവ്യൂസ് അവർ അറ്റൻഡ് ചെയ്യേണ്ടി വരും.
പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് PT IELTS പോലുള്ള എക്സാംസ് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എക്സാംസിൽ വന്നിട്ട് സ്കോർ എടുക്കണം, റിക്വയർഡ് സ്കോർസ് എടുക്കണം. ഇങ്ങനെ സ്കോറും അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്തു എന്ന് വിചാരിക്കും. ഒരാൾക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ അല്ലെങ്കിൽ അവിടെ മൈഗ്രേറ്റ് ചെയ്യാൻ സാധാരണ നിലയിൽ എത്രത്തോളം ഒരു മിനിമം കോസ്റ്റ് പറഞ്ഞാൽ എങ്ങനെ വരും? സ്കിൽഡ് മൈഗ്രേഷൻ വഴിയൊക്കെ പോകുന്ന ഒരാളാണെങ്കിൽ അവർക്ക് വിസയുടെ പൈസയും അസസ്മെന്റ് ചാർജസും മാത്രമാണ് ഗവൺമെന്റിൽ അടയ്ക്കേണ്ടത്. അത് ഇപ്പോൾ ഒരാൾ അപ്രോക്സിമേറ്റ്ലി നോക്കിയ ഇന്ത്യൻ റുപ്പീസ് ഒരു 6.57 lakhs താഴെയായിരിക്കും വരാം. അതായത് ഈ പറയുന്ന ഒരു സ്റ്റുഡൻറ് ഓസ്ട്രേലിയയിൽ ഇത്രയും ലക്ഷം മുടക്കി പോയി വർഷങ്ങളുടെ സ്ട്രഗിൾ കൊണ്ട് കിട്ടുന്ന പെർമനന്റ് റെസിഡൻസിയാണ് അവർക്ക് ഇവിടെ നിന്ന് കിട്ടി അവർ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതും ഏറ്റവും കുറഞ്ഞ എക്സ്പെൻസിൽ. അതാണ് ഈ പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓസ്ട്രേലിയൻ ഗവൺമെന്റ് സ്കിൽഡ് മൈഗ്രേഷൻ വഴി വിളിക്കുന്നത് ഇപ്പോൾ ഒരു വർഷം 1,85,000 പേരെ ആണെങ്കിൽ അത്രയും പേരെ ആയിരിക്കും അവർക്ക് ആകെ കോട്ടയുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ വെയിറ്റ് ചെയ്യണം. അവർ അപ്ലൈ ചെയ്തിട്ട് അടുത്ത ഇൻടേക്കിലേക്ക് വേണ്ടിയിട്ട് ലൈക്ക് അടുത്ത ഫൈനാൻഷ്യൽ ഇയറിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതിൽ നമുക്കിപ്പോൾ ചില ഓക്യുപ്പേഷൻസ് ഉണ്ട്, അതിൽ ഡയറക്റ്റ്ലി ജോബ് ഓഫേഴ്സ് ഒക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കംപ്ലീറ്റ്ലി എംപ്ലോയർ അവരെ സ്പോൺസർ ചെയ്തും കൊണ്ടുപോകാറുണ്ട്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് നേഴ്സസ്. റജിഷ, ഓസ്ട്രേലിയ മാത്രമാണോ ഇത്തരത്തിൽ ഡയറക്റ്റ് PR കൊടുക്കുന്നത്? ഓസ്ട്രേലിയ മാത്രമല്ല, മെയിൻലി നമ്മളിപ്പോൾ ഇന്ത്യൻ സിറ്റിസൺസിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡയറക്റ്റ് PR പാത്വേ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന 2 കൺട്രീസ് ഓസ്ട്രേലിയയും കാനഡയുമാണ്. കാനഡയ്ക്കും ഇതുപോലെ തന്നെ പോയിന്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ സിസ്റ്റം ഉണ്ട്. പക്ഷേ ഡയറക്റ്റ് PR അപ്ലൈ ചെയ്യുന്ന ഒരാൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി പൈസ കൊടുത്ത് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 10 ലക്ഷം രൂപ കൊടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്തതുകൊണ്ട് ഒരിക്കലും PR കിട്ടണമെന്നില്ല. അതിൻ്റെ പോയിന്റ് സിസ്റ്റം നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എത്ര പോയിന്റിലാണ് ഇൻവിറ്റേഷൻ വരുന്നത്, ആ കട്ട് ഓഫ് പോയിന്റിൽ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പോയിന്റ് നമുക്കുണ്ടോ, നമ്മളുടെ ചാൻസസ് എത്രയാണ് എന്ന് മനസ്സിലാക്കുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി വെയിറ്റ് ചെയ്യാൻ വില്ലിങ് ആയിരിക്കുക. റൈറ്റ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ, ഇപ്പോൾ പലയിടത്തും നമ്മൾ പ്രതിഷേധങ്ങൾ കാണുന്നുണ്ട്, പല രാജ്യങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്, മൈഗ്രേഷനോ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ പ്രൊട്ടസ്റ്റോ ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നടക്കുമ്പോൾ പോലും യഥാർത്ഥ ക്വാളിഫൈഡ് പ്രൊഫഷണൽ ആണെങ്കിൽ മൈഗ്രേഷൻ സ്കോപ്പ് ഇപ്പോഴും ഉണ്ട്. തീർച്ചയായിട്ടും. കാരണം ആ രാജ്യങ്ങൾ മൈഗ്രേഷൻ എൻ്റർടൈൻ ചെയ്യുന്നത് അവർക്ക് യങ് ബ്രെയിൻസ് ആവശ്യമാണ്. ആ കൺട്രിയിൽ ആ സ്കിൽസ് ഷോർട്ടേജ് ഉള്ളതുകൊണ്ടാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഒരുപാട് ഡീക്കേഡ്സ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് ഇനിയും നടന്നുകൊണ്ടേയിരിക്കും. റജിഷ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുമ്പോഴും അതൊക്കെ അവസാനിപ്പിക്കാനോ പരിഹാരം കാണാനോ ഒക്കെ സഹായിക്കുന്ന GCMA പോലുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്. അതൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുക. പല വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ടാവും. പക്ഷേ നല്ല ക്വാളിഫൈഡ് കൃത്യമായിട്ട് യോഗ്യതയുള്ള ആളുകളാണെങ്കിൽ പെർമനന്റ് റെസിഡൻസി ലഭിക്കുകയും ചെയ്യും. അതിനുവേണ്ടി ശ്രമിക്കുക, അല്ലേ? തീർച്ചയായിട്ടും. താങ്ക് യു.